അരമനയിൽ വാദ്യഘോഷങ്ങളും നാട്ടിൽ കൊടിതോരണങ്ങളും നാട്ടി. തന്റെ മകൻ പിറന്നപ്പോൾ രാജാവ് എത്രത്തോളം സന്തോഷിച്ചുവോ അതിലും 10 മടങ്ങ് സന്തോഷത്തിലായിരുന്നു ആ കൽദൈവത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ. അന്നു മുതൽ രാജാവ് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോന്നു. ഊരിലെ കൽദൈവത്തെ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ചു. രാജാവിന്റെ ഭൂമി ഗ്രാമവാസികൾക്ക് നൽകി. പിന്നീട് അങ്ങോട്ട് പ്രതിഷ്ഠകൾ മുഴുവനും കൊട്ടാരത്തിൽ നിന്നായിരുന്നു. പിന്നെ എന്തിനാ അച്ഛാ ഈ സ്ഥലമൊക്കെ മുതലാളി തിരിച്ചു ചോദിക്കുന്നത്? അതല്ല അവരുടെ സ്ഥലമല്ലേ, തിരികെ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. നമ്മളിവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, അതല്ലാതെ നമ്മൾ എവിടെ പോവാനാ? നമ്മൾ മനുഷ്യർക്ക് എപ്പോഴാ തെറ്റുപറ്റുമെന്നറിയോ? നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുള്ളതെല്ലാം നമ്മുടേതാണെന്ന്. ഇതെല്ലാം എവിടെ നിന്ന് വന്നെന്നുള്ള സത്യം മനസ്സിലാക്കിയ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം സമാധാനം. ബോംബെ ഇങ്ങോട്ട് ഈ കോലം കാണാൻ വന്നതല്ല, സ്ഥലത്തിന്റെ കാര്യം തീരുമാനിക്കണം. നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ കാരണന്മാരായിട്ട് ദൈവങ്ങൾക്ക് ദാനം ചെയ്ത ഭൂമിയല്ലേ ഇത്? അന്നു മുതലല്ലേ നമ്മുടെ കുടുംബം സമാധാനമായിട്ട് ജീവിക്കാൻ നേരത്ത് അവർക്ക് ദാനം ചെയ്തല്ലേ. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഒക്കെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആവശ്യത്തിലധികം കാശ് കിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവങ്ങൾക്ക് കൊടുത്ത വാക്ക് വെറുതെ ആവില്ലേ? അയ്യോ, ഇനിയും കൽദൈവങ്ങളുടെ കഥ പറഞ്ഞോണ്ട് വരല്ലേ. ഈ കഥ ഒരുപാട് കേട്ട് മടുത്തു. എല്ലാം ഒരു നാടകല്ലേ. ഞാൻ തന്നെ എത്ര തവണ കേട്ടിട്ടുള്ളതാ. ഇത് നമ്മുടെ കാരണവന്മാരുടെ ഭൂമിയാണ്. നിങ്ങൾക്കുള്ള അത്ര അവകാശം എനിക്കുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ മാറി നിൽക്ക്. ഞാൻ കോടതി